Hello everyone, welcome to Continuous Career Education Courses Series Edition. My name is Femina IK and today I'm here with an introduction to one of a very important domain in Continuous Career Education as part of Prepwise Integrated Learning Program. Prepwise Integrated Learning Program എന്ന് പറയുമ്പോൾ +1 +2 ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. ഈ ഒരു കോംപ്രിഹെൻസീവ് ലേണിംഗ് പ്രോഗ്രാമിലൂടെ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ട്രീമിലെ എല്ലാ സബ്ജക്റ്റുകളും അറിഞ്ഞു പഠിക്കാനും +2 കഴിയുമ്പോഴേക്കും അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കോഴ്സസ് സബ്ജക്റ്റ് കോളേജ് ചൂസ് ചെയ്ത് ഡിഗ്രി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഡിഗ്രി തീരാറാവുമ്പോഴേക്കും അവരവരുടെ കഴിവും താല്പര്യവുമുള്ള മേഖലകളിൽ ഒരു മികച്ച കരിയർ കെട്ടിപ്പടുക്കാനും സ്റ്റുഡൻസിനെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രെപ്വൈസിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിലൂടെ ഈ ഒരു ലേണിംഗ് പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. +1 +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്രെപ്വൈസിൻ്റെ ഈ ILPയിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് CCE അഥവാ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി മുന്നോട്ട് എങ്ങനെ പോകണം, അതുമായി ബന്ധപ്പെട്ട കരിയർ ഡെസിഷൻസ് എങ്ങനെ എടുക്കണം, ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് കോളേജ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് വേണം, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെസിഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഡെസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വരണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇൻസൈറ്റും അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുമാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നോബൽ ഇനീഷ്യേറ്റീവാണ് CCE കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ. ആൻഡ് ഇഫ് യു ഹാവ് ബീൻ ഫോളോയിങ് ആ ചാനൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കോളേജിനെ കുറിച്ചിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടും അതിൽ അണ്ടറിൽ വരുന്ന കോളേജുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. ദില്ലി ചലോ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ ഒരു സീരീസിൻ്റെ ഒക്കെ അണ്ടറിൽ ഒരുപാട് പേര് കമൻസിൽ പറയായിരുന്നു, ഇന്നൊരു കോഴ്സിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമോ, ഈ കോഴ്സിൽ എന്തൊക്കെ സിലബസ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഇതിൻ്റെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെ നിങ്ങളെ ഒരുപാട് കമൻസ് എല്ലാം കണ്ടിട്ട് ആൻഡ് ഹിയർ വി ഹാവ് ഹേർഡ് യു ആൻഡ് ഫൈനലി ഹിയർ വി ആർ. സോ നമ്മൾ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരിക എന്നതാണ്. നമ്മൾ ഏതൊരു കോഴ്സ്, നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുക്കുന്നതിന് മുന്നേ സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വരുന്ന സിലബസ് എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ വരുന്ന കവർ ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടും വി ഹാവ് ടു നോ ഇറ്റ്. പിന്നെ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, ഒരേ നിലവാരമുള്ള 2-3 കോളേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേത് കോളേജസ് നമ്മൾ ചൂസ് ചെയ്യണം, പിന്നെ ഈ ഒരു കോഴ്സ് എടുത്താൽ നമ്മുടെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാവും, പിന്നെ ഈ ഒരു കരിയർ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ നമുക്ക് വേണ്ട അഡ്മിഷൻ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സസ് സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നിങ്ങൾ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്? അതായത് നിങ്ങളിപ്പോൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കോമേഴ്സ്, അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? നമ്മളൊരു ബോധപൂർവം ഒരു ഡിസിഷൻ എടുക്കുന്നതും അല്ലാതെ എടുക്കുന്നതും വളരെ ഡിഫറൻസ് ഉണ്ട് അതിൽ. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കോളേജിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഇയേഴ്സിലെ എഡ്യൂക്കേഷനായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ പുറകെ നടന്നിട്ട് അത് പഠിക്കുക ഇത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബ്ജക്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പെടും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള നമ്മളൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അത് അറിയേണ്ട കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. നമ്മുടെ CCEയുടെ കോഴ്സസ് സീരീസിൽ ആദ്യത്തെ ഏരിയ അല്ലെങ്കിൽ ദ മേജർ എലമെൻറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഇൻ ഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും അത് എടുക്കുന്നതിന് മുൻപായിട്ട് സിലബസിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയവർ എത്ര പേരുണ്ട് ഇവിടെ? അല്ലെങ്കിൽ ഞാൻ വേറൊന്ന് ചോദിക്കാം. ഇപ്പോൾ +1 +2 പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലല്ലേ? അപ്പോൾ നിങ്ങളിപ്പം എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ കൺസൈസ് ആയിട്ടൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? എത്ര പേർക്കറിയാം സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളത്? വളരെ ചുരുക്കം പേർക്കല്ലേ അറിയുള്ളൂ. ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ക്ലാരിറ്റിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നൊരു പിക്ചർ നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഡിഫറൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് നോർമൽ ഡിഗ്രി, വി ഹാവ് ഓണേഴ്സ്, അപ്ലൈഡ്, ഇൻ്റഗ്രേറ്റഡ്, വൊക്കേഷണൽ, അങ്ങനെ ഒരുപാട്
വെറൈറ്റീസ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഡൗട്ട്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻസ് എന്താണ്, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്താണെന്നൊക്കെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കോഴ്സസ് സീരീസിൽ നമ്മൾ സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്തതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡൈവേഴ്സ് ഓപ്ഷൻസ്, സിലബസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. അപ്പോൾ നിങ്ങളൊരു കോളേജ്, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നവരായിരിക്കും. എനിക്ക് ഡൽഹിയിലെ DU തന്നെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നൊക്കെ. ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത പ്രോഗ്രാമിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്, ഇനി ഓണേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെ പഠിക്കണം. ചില യൂണിവേഴ്സിറ്റീസ് സർട്ടൻ കോഴ്സസിൽ വളരെ ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ ലാബ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോഴ്സ് സീരീസിലൂടെ ഓരോ കോഴ്സസിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ ഈ കോഴ്സസ് എടുക്കാൻ താല്പര്യമുള്ളവർ കൺസിഡർ ചെയ്യേണ്ട കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സബ്ജക്ട്, സിലബസ്, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, ഇവയ്ക്കൊക്കെ പുറമെ ഈ കരിയറൊക്കെ ആദ്യമേ കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ തീരുമാനിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു സ്പെസിഫിക് പൊസിഷനോ ജോബ് റോളോ ഇമാജിൻ ചെയ്യാനോ അത് ഫിക്സ് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് പകരം നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന് എത്രത്തോളം കരിയർ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നല്ലൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ഇതിനൊക്കെ അലൈൻഡ് ആയിട്ടാണോ നിങ്ങളുടെ ഈ കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കരിയർ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും കഴിയും. നമ്മൾ ഈ CCEയുടെ കോഴ്സസ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ കരിയർ സ്കോപ്പ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഏതൊക്കെ കരിയർ പാത്വേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഏത് സബ്ജക്റ്റ് എടുത്താലും അല്ലെങ്കിൽ കോമൺ ആയി ഏത് സബ്ജക്റ്റ് എടുത്താലും പോകാൻ കഴിയുന്ന കരിയറിനെ കുറിച്ചിട്ട് നമ്മൾ വേറെ തന്നെ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളിത് കുറച്ചും കൂടെ നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് കരിയേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് 5ാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച്, സിലബസിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച്, കോളേജ് കുറിച്ച്, കരിയറിനെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ടൊരു പിക്ചർ ഉണ്ടാക്കി. ബട്ട് ഇതിലേക്കൊന്നും നമുക്കിപ്പോൾ അഡ്മിഷന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിനോടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമില്ലല്ലോ. യു വിൽ ഹാവ് ദ നോളജ്, ബട്ട് അതർ ദാൻ ദാറ്റ് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പം അഡ്മിഷൻസിന് വേണ്ടി എന്തൊക്കെയൊക്കെ ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി, BA, BCom, BSc ഈ ഓപ്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ വർഷം വന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി അതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വർഷം മുതൽ CUCET മുഖേന ആയിരിക്കും രാജ്യത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അഡ്മിഷൻ. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിൽ നമ്മൾ നേരത്തെ തന്നെ ഇതിന് പ്രിപ്പറേഷൻസ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ള കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് അഡ്മിഷൻസ് കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വർഷം വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് +2 മാർക്കിൻ്റെ ബേസിസിലായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും അവരുടേതായ എൻട്രൻസ് മുഖേനയായിരുന്നു അഡ്മിഷൻസ്. എന്നാൽ ഈ വരുന്ന വർഷം മുതൽ രാജ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിങ് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് മുഖേനയായിരിക്കും. ആൻഡ് ഇതൊരു നാഷൻ വൈഡ് എൻട്രൻസ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എഴുതുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻസ് വളരെ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ യൂണിവേഴ്സിറ്റീസ് ഓർ കോളേജിലേക്ക് അഡ്മിഷൻസ് കിട്ടണമെങ്കിൽ CUCET വഴി മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ Prepwise ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ വേവലാതി ഉണ്ടായിട്ടുണ്ടാവില്ല, അയ്യോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുക, ഏതൊക്കെയൊക്കെ ഏരിയാസ് നോക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ Prepwise വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. നമ്മൾ CUCETയിലെ എല്ലാ സിലബസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോർഷൻസ് ഒക്കെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ തന്നെ ചെയ്ത് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 5000-ലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് CUCETൻ്റെ ഭാഗമായിട്ട്
ആയിട്ട് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടീസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ഈ വഴിയും കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. നിങ്ങളെ മെൻറ്റോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മെൻറ്റോഴ്സാണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് എൻട്രൻസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ്, എക്സാമിനേഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നില്ലേ ഈ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത്? സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ വഴി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യാനും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാനും കഴിയും. ആൻഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കോളേജസിനെ കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സീരീസ് ഉണ്ട്. കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അത് പോയിട്ട് കാണുക. ആൻഡ് നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് ഓൾസോ പ്ലീസ് ലെറ്റ് മീ നോ വിച്ച് കോഴ്സ് യു വോണ്ട് ടു നോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ച് അറിയേണ്ടതെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ ആ കോഴ്സ് എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും മറക്കാതെ കോഴ്സ് സീരീസിലെ വീഡിയോസ് കാണുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ആൻഡ് അഗെയിൻ ചെറിയ ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ആദ്യം അറിയണമെന്നുള്ളത് പറയാം. ആൻഡ് സോ ദിസ് ഇസ് ഫെമിന സൈനിങ് ഓഫ്. ഐ വിഷ് യു ഹാവ് എ റിയലി ഗുഡ് ഡേ.